ഹായ് ഫ്രണ്ട്സ്, വൈറ്റി ബ്ലോഗറിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നത് പാലക്കാട് ജില്ലയിലുള്ള ഒറ്റപ്പാലത്തിനടുത്തുള്ള ഒരു ഫിലിം ലൊക്കേഷനിലേക്കാണ് വന്നത്. ഫിലിം ലൊക്കേഷൻ എന്ന് പറയുന്നത് സാധാരണ ഒരു ഫിലിം ലൊക്കേഷൻ അല്ല. അത് ഒരുപാട് മലയാള സിനിമ ഹിറ്റാക്കിയ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തൊരു മനയാണ്, വരിക്കാശ്ശേരി മന. ആ മനയിലെ കുറച്ച് വിശേഷങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിന്ന് ഇവിടെ വന്നത്. ഇതൊരു ഫിലിം ലൊക്കേഷൻ മാത്രമല്ല, ഈ മനൻ്റെ കൂടുതൽ വിശേഷങ്ങൾ, ഒരുപാട് ഐതിഹ്യങ്ങൾ ഈ മനക്കുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ പോകുന്നതിന് വിശേഷങ്ങൾ കാണിച്ചു തരാം. ഓക്കെ. ഫസ്റ്റ് ഷൂട്ട് ചെയ്ത പടം എന്ന് പറഞ്ഞാൽ നിവേദനം എന്ന് പറഞ്ഞൊരു പടമാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ദേവാസനം വരുന്നത്. ദേവാസനം അതിലൊരു മെയിൻ പ്രധാന സീൻ ഇവിടെ നിന്നാണ്. ഈ ഒരു സിറ്റ് ഔട്ടിൽ നിന്നാണ് ഷൂട്ട് ചെയ്തത്. ഇത് രേവതിൻ്റെ ഡാൻസ്, അതാ ഇവിടെ നിന്നാണത്. രേവതി ഡാൻസ് ചെയ്യുന്നത് ഇവിടെ നിന്ന്. ഈ ഒരു ഫ്ലോറിനാണ് രേവതി ഡാൻസ് ചെയ്യുന്നത് ഫസ്റ്റ് ദേവാസുരത്തിൽ. ആ ഒരു ഫിലിമിൽ ഈ മാടമ്പിയിൽ മോഹൻലാലിൻ്റെ ഒരു ഡാൻസ് ഇവിടെ നിന്നാണ് ആ ഡാൻസ് ചെയ്യുന്നത്. മോഹൻലാൽ മാടമ്പിയിൽ. അതുപോലെ തന്നെ മാടമ്പി എന്ന സിനിമയിൽ മോഹൻലാൽ ഈ റൂമിൽ നിന്നാണ് ഇറങ്ങി വന്ന് ഡാൻസ് ചെയ്യുന്നത്. ഈ റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന് ആണ് ഇവിടുന്ന് ഡാൻസ്, മോഹൻലാലിൻ്റെ ടീം ഇവിടുന്ന് ഡാൻസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വേറൊരു സീൻ എന്ന് പറഞ്ഞാൽ ആറന്തപുരാനിൽ മോഹൻലാൽ ഈ തുളസിതല തറയിൽ ഇരുന്നിട്ടാണ് ആ ഒരു രംഗം സിനിമ ഉണ്ടല്ലോ അറിയാം. അതുപോലെ തന്നെ ആറാന്തപുരാനിൽ മഞ്ജു വാര്യർ ഓടി, അതായത് മോഹൻലാലിൻ്റെ പാട്ട് കേട്ടിട്ട് ഓടി വന്ന് നിൽക്കുന്ന സീന്, അത് ഇവിടെയാണ് വന്ന് നിൽക്കുന്നത്, ഈ ലൊക്കേഷൻ. അതുപോലെ തന്നെ മൂവിയിലെ പേരറിയില്ല, മഞ്ജു വാര്യർ ഒരു കിച്ചണിൽ നിന്നുള്ള ഒരു സീനുണ്ട്. ഏതാ മൂവി എന്നറിയില്ല. പിന്നെ വേറൊരു സീനെന്ന് പറഞ്ഞാൽ ദിലീപിൻ്റെ കല്യാണ സൗഗന്ധികം എന്ന് പറഞ്ഞ ഒരു മൂവിയിൽ, അതാ ഈ സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്നാണ്, അതായത് ദിലീപ് സ്വാമി വേഷത്തിൽ വന്നിട്ട് ദിലീപ് ഹരിശ്രേഷ്ഠവനോട് പറയുന്നൊരു കുറച്ച് ഡയലോഗ്, അത് ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഈ മലയ്ക്ക് ഒരു കുളമുണ്ട്, ഒരു കടവുണ്ട്. അപ്പോൾ ആ കടവിൽ നിന്ന് കുറേ ഫിലിം ഷൂട്ടുണ്ട്. ഏതൊക്കെ ആണെന്നുള്ളത് നമ്മൾ കടവ് പോയൊക്കെ അറിയാം. അതായത് ഒടിയനിലൊരു സീനുണ്ട്, പിന്നെ രാപ്പകലിൽ ബാലചന്ദ്രൻ മേനോനൊക്കെ വെള്ളമടിക്കുന്നൊരു സീന്. അപ്പോൾ ആ രണ്ട് സീനും എവിടെ നിന്നാണ് എടുത്തത് അടുത്ത് കാണിച്ചു തരാം.
ഇതാണ് നമ്മുടെ വൈകി, ഇതേപോലെ വൈകി അടുക്കളയിൽ നിന്ന് പറഞ്ഞ വൈകി അവിടെ പറഞ്ഞാൽ ഇങ്ങനെ വന്നിട്ട് അങ്ങോട്ട് പോകല്ലേ, ഇറങ്ങാൻ പറ്റുമോ? ഒടിയൻ സിനിമയിൽ മഞ്ജു വാര്യരും മോഹൻലാലെല്ലാം കൂടി കുളിക്കടന്നുള്ളൊരു സീനുണ്ട്. അതാ ഈ കടവാണത്. അപ്പോൾ എന്തോ സാങ്കേതിക പ്രശ്നമുള്ളതുകൊണ്ട് കടവ് ലോക്ക് ചെയ്ത് വെച്ചതാണ്. അങ്ങോട്ട് ഇറങ്ങി പോകാനും പറ്റില്ലാന്ന് തോന്നുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കേണ്ടി വരും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആ കടവ് ആ ഒരു സ്റ്റെപ്പ് അവരിരുന്ന് കഥ അറിയുന്ന സ്റ്റെപ്പാണിത്. ഇതിവിടെ നിന്നാണ് മോഹൻലാൽ ഒടിയൻ. പിന്നെ രാപ്പകലിൽ ബാലചന്ദ്രമേനോൻ സാറൊക്കെ കുറച്ച് സീന് വെള്ളമടിക്കുന്നൊരു സീന്, അത് ഇവിടുന്ന് ഈ സ്റ്റെപ്പും വരുന്നിട്ടാണ് ആ ഒരു സീൻ എടുത്തത്. ആ 2 സിനിമ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത്. ഇവിടെ അടിപൊളി ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം ഉണ്ടതാ, പണ്ടുണ്ടാക്കിയ അമ്പലം. അത് നൂറ്റാണ്ടുകൾ കുറേ പഴക്കമുണ്ട് ഈ അമ്പലത്തിനൊക്കെ. ഈ ഒരു ആർച്ച് മോഡലുള്ള കവാടം കണ്ടാൽ അറിയാം ഇതൊരു ഫിലിമിലുണ്ട്. അതായത് മഞ്ജു വാര്യർ കയറി വരുന്നൊരു ഫിലിമിൽ മോഹൻലാലും മഞ്ജു വാര്യർക്കും ഒടിയനിലാണെന്നാണ് തോന്നുന്നത്. ഇവിടുന്ന് അത് അമ്പലത്തിലേക്കുള്ളൊരു കവാടം കൂടിയാണിത്. അപ്പോൾ അടച്ചു അങ്ങോട്ട് പോകാൻ പറ്റില്ല. ആ അമ്പലമാണിത്. ഇവിടുന്ന് 2 ആളും കൂടി കയറി വരുന്ന ഒരു സീനുണ്ട്. അതുപോലെ തന്നെ ഈ മനയിൽ 1987 ഫസ്റ്റ് ഫിലിം ഇവിടുന്ന് ഷൂട്ട് ചെയ്യുന്നത്, നിവേദ്യം എന്ന് പറഞ്ഞിട്ട്. 1987. അത് കഴിഞ്ഞാണ് ദേവാസുരം ഷൂട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഒരുപാട് മലയാളത്തിലെ നല്ല ഹിറ്റ് പടങ്ങളൊക്കെ ഇവിടുന്ന് ഷൂട്ട് ചെയ്തു. നിവേദ്യം കഴിഞ്ഞ ശേഷം ദേവാസുരം, അത് കഴിഞ്ഞ് 6-ാം തമ്പുരാനുണ്ട്, രാവണപ്രഭുണ്ട്, ഒടിയനുണ്ട്, കല്യാണ സൗഗന്ധികം, അതുപോലെ തന്നെ ഒരു തമിഴ് പടമുണ്ട്, പിന്നെ കാവലൻ, പിന്നെ മമ്മൂട്ടിൻ്റെ ഒരു പടമല്ലേ അങ്ങനെ വല്യേട്ടൻ എന്നൊരു പടം, പിന്നെ ജന എന്നൊരു തമിഴ് പടമുണ്ട്, കാവലൻ, വല്യേട്ടനുണ്ട്, ഒടിയനുണ്ട്. ഇതൊക്കെ ഇവിടെ നിന്ന് തന്നെ ഷൂട്ട് ചെയ്തത്. ഇത്രയും മലയാള സിനിമ ഇവിടുന്ന്. ഇതൊന്നല്ല നമ്മളിപ്പോൾ അറിഞ്ഞതാണ് ഇത്രയുള്ളത്, അറിവുള്ളത്. അത് കഴിഞ്ഞ് ഒരുപാട് പടം ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളൊന്നും അറിയാത്ത കുറേ പടങ്ങൾ, നല്ല നല്ല പടങ്ങളുണ്ട് ഇവിടെ. അതായത് ഈ മനയ്ക്ക് വർഷങ്ങൾ മനയാണിത്. 1902 രവി തമ്പുരാൻ എന്ന് പറഞ്ഞ ഒരു രാജാവാണ് ഇതുണ്ടാക്കിയത്. ഇതിൻ്റെ മന ഫുള്ള് കൺസ്ട്രക്ഷൻ ചെയ്തത്. അതുപോലെ തന്നെ ഈ മനേൻ്റെ ഫ്രണ്ട് കാണുന്ന ആ ഒരു ഭാഗം, മഞ്ഞ പെയിൻ്റ് അടിച്ച ആ ഒരു ഭാഗം, അത് 30 കൊല്ലങ്ങൾക്ക് മുൻപ്, 30 വർഷങ്ങൾക്ക് മുമ്പ് രവി തമ്പുരാൻ എന്ന് പറഞ്ഞ ഒരാൾ നിർമ്മിച്ചതാണിത്. അതായത് മോഡേൺ കൺസ്ട്രക്ഷനായിട്ട് നിർമ്മിച്ചത്, മോഡേണായിട്ട്. അതിൻ്റെ പുറകിലുള്ളതാണ് വർഷങ്ങൾക്ക് മുമ്പ്, 200 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചത്. അപ്പോൾ ഈ ഒരു മുന്നിൽ കാണുന്ന ആ ഒരു പോർഷൻ മാത്രം 30 വർഷമായി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ മോഡേണായിട്ട് ചെയ്തത്. രവി തമ്പുരാൻ എന്ന് പറഞ്ഞ ആൾ ബാംഗ്ലൂരിവിടെ പോയിട്ട് മോഡേൺ കൺസ്ട്രക്ഷൻ കണ്ട് അങ്ങനെ അതുകൊണ്ട് ചെയ്തതാണ് ഇവിടെ 30 വർഷങ്ങൾക്ക് മുമ്പ്. പിന്നെ ഇതിൻ്റെ ഓരോ ഡിസൈനും ഇവിടുന്ന് റെഡ് സ്റ്റോൺ എന്ന് പറയുന്ന വെട്ടുകല്ലാണ് ഇവിടെ തന്നെ ഖനനം ചെയ്തെടുത്ത കല്ലാണ് ഇതിന് ഉപയോഗിച്ചത് വർഷങ്ങൾക്ക് മുമ്പ്. അത്രയും ഉറപ്പാണ്, അത്രയും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ ഈ മനയ്ക്ക് നല്ല ആയുസാണ്. അത്രയും വർഷമായിട്ടും ഒരു കേടുപാടുകളൊന്നും സംഭവിച്ചില്ല. ഇതിൻ്റെ തലയെടുപ്പ് ഉണ്ടോ. അതുകൊണ്ട് തന്നെ എങ്ങനെ ഈ മലയാള സിനിമ മൊത്തം ഇങ്ങോട്ട് വരുന്നത് അതുകൊണ്ടാണ്. മലയാളം എന്നല്ല, ഒട്ടേറെ സിനിമകൾ സീരിയലൊക്കെ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇഷ്ടം പോലെ നെറ്റ് നോക്കിയാൽ കാണും, യൂട്യൂബ് നോക്കിയാൽ കാണും, ഇഷ്ടം പോലെ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ എല്ലാവരും ഇങ്ങോട്ട് കയറുന്നത്, സിനിമയ്ക്ക് വേണ്ടിയിട്ടൊക്കെ, സീരിയലിന് വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും നല്ലൊരു മനാണിത്. ഇത് ഇവിടെ ഈ ജനലിൻ്റെ അവിടെ കൊടുത്തതുണ്ടോ, അതായത് ഏജൻറ്റുകളൊന്നും ഉള്ളിൽ കയറാതിരിക്കാനുള്ള ഒരു ഐഡിയ ആണിത്.
അതായത് ഇതിൻ്റെ ഉള്ളിൽ ഈ ജനലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയാൽ കാണാം. അപ്പോൾ ഇരുട്ടാണ്, നമ്മൾ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാം പഴയ വിഗ്രഹങ്ങളും ഓട്ട് പാത്രങ്ങളൊക്കെ സൂക്ഷിച്ചു ഇവിടെ. ഇത്ര 200 വർഷങ്ങൾ മുമ്പുള്ള ഒരു ഉപയോഗിച്ചത് ഇവിടുത്തെ തമ്പുരാൻ രവിവർമ്മ തമ്പുരാൻ ഉപയോഗിച്ച സാധനങ്ങളാണ് ഇതിനുള്ളിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. നോക്കിയാൽ കാണാം ഓട്ട് പാത്രങ്ങളൊക്കെ. ഇതിനുള്ളിൽ മൊത്തം അങ്ങനത്തെ സാധനങ്ങളാണ്. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.